വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 6.8 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിനൊക്കെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ 4 BHK വീട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. 3 വീടുകളായിരുന്നു ഇവിടെ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത്. അതിൽ ഇനി ഒരു വീട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ആ ഒരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. 4 സെന്റ് 600 ലിങ്സ് സ്ഥലത്ത് 2350 സ്ക്വയർ ഫീറ്റ്, 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്നതാണ് ഈ ഒരു വീട്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 750 മീറ്ററും സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 700 മീറ്ററും, കാക്കനാടേക്ക് 8.6 കിലോമീറ്ററും, ഇൻഫോ പാർക്കിലേക്ക് 6.8 കിലോമീറ്ററും, കിൻഫ്ര ഹെടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 7.7 കിലോമീറ്ററും, എടപ്പള്ളിയിലേക്ക് 11 കിലോമീറ്ററും, റെയിൽവേ സ്റ്റേഷനിലേക്ക് 10 കിലോമീറ്ററും, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററും, കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് 1.9 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസായി വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. പഞ്ചായത്ത് റോഡിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടിലായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ വർക്കും സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും ലൂവേർഡ് ഡിസൈനുള്ള പാനലിനും സ്ക്വയർ ട്യൂബ് ഡിസൈനും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു കളർ കോമ്പിനേഷനാണ് ഈ വീടിന്റെ എലിവേഷൻ വരുന്നത്. 3.6 മീറ്ററോളമാണ് ഇവിടെ ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. വീടിന്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ട്യൂബ് ഡിസൈൻ ഒക്കെ നൽകി 4-way ലൈറ്റുമാണ് വരുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഗേറ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ വിരിച്ചിട്ടുള്ള വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനായിട്ടുണ്ട്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. വീടിന്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ SUV കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. വീടിന്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തും അത്യാവശ്യം സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന ഒരു കോർട്ട്യാർഡാണ് വരുന്നത്. ഇതിന്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. റിമൈനിങ് പോർഷനിൽ കടപ്പാക്കല്ലുകളാണ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് ആണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ ആയിട്ട് വരുന്നത്. വർക്ക് ഏരിയയുടെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. റിമൈനിങ് പോർഷനിൽ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെയും കടപ്പാക്കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി നാനോ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് സിറ്റ് ഔട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. മുകളിൽ സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ പ്ലാവിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ ലിവിങ്ങിലേക്കാണ്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് നോർത്തിലേക്ക് താഴെ മുകളിലുമായിട്ട് വലുപ്പമുള്ള വിൻഡോകളും ഈസ്റ്റിലേക്ക് താഴെ മുകളിലുമായിട്ട് 2 സിംഗിൾ ഡോർ വിൻഡോകളുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഭംഗിയായി പാനലിംഗ് ഒക്കെ ചെയ്ത് ഡക്ക സ്പേസ് സ്പോട്ട് ലൈറ്റ് സ്റ്റോറേജോട് കൂടിയാണ് ഈ ഒരു ഭംഗിയുള്ള TV യൂണിറ്റ് വരുന്നത്. ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന്റെ മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് മനോഹരമായി ചെയ്ത പാനലിംഗ് വർക്കൊക്കെ വന്നിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്. നമ്മൾ നേരെ ഇവിടെ നിന്ന് വരുന്നത് ഈ വീടിന്റെ വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 12 സീറ്റ് ഡൈനിങ് ടേബിൾ വരെ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഡൈനിങ് സ്പേസിൽ നിന്ന് കോർട്ട്യാർഡിലേക്കുള്ള ഓപ്പണിംഗ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ഓപ്പണിങ്ങിൻ്റെ ഇരു ഭാഗത്തുമായിട്ട് വലുപ്പമുള്ള വിൻഡോകൾ നൽകി ഫ്രെയിം പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ വളരെ മനോഹരമായി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് വളരെ മനോഹരമായി ചെയ്തൊരു സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാവുന്നതാണ്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. വാഷ് കൗണ്ടറിന് താഴെ സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ ഒരു ഡക്ക സ്പേസിനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ആണ് വരുന്നത്. ഈ ഒരു ചെറിയ പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. റിമൈനിങ്ങിൽ സീലിംഗിൽ ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗും നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ വീഗാർഡിൻ്റെ വയേഴ്സും ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണുള്ള ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റോറേജ് ആണ് വരുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിന് ഡക്ക സ്പേസ് മുകളിലായിട്ട് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇലക്ട്രിക് ചിമ്മിനി ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്.
കൗണ്ടർ ടോപ്പായിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. കൗണ്ടർ സ്പേസിനോട് ചേർന്ന് തന്നെ അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഓപ്പൺ ബോക്സ് നൽകിയിട്ടുണ്ട്. ഓപ്പൺ ബോക്സിലെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ കബോർഡിന്റെ താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വലുപ്പമുള്ള ഒരു സിങ്കും 2 ടാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റിലേക്കും സൗത്തിലേക്കും സിംഗിൾ ഡോർ വിൻഡോയാണ് ഈ ഒരു കിച്ചണിന് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള ഓപ്ഷൻ വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12.5 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും നോർത്തിലേക്ക് വലിപ്പമുള്ള ഒരു വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ലൂവേഡ് ഡിസൈനുള്ള പാനലിംഗ് നൽകി സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിൽ എക്സ്ഹോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11.5 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് വരുന്നത്. വിൻഡോ ഫ്രെയിംസ് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള ഒരു വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ മറ്റൊരു കോർണറിലേക്ക് മാറി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ഈ ഒരു ബാത്റൂമിലും ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഫ്ലോട്ടിംഗ് സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ ടെക്സ്ചറുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡൻ ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ വെസ്റ്റിലേക്ക് വലുപ്പമുള്ള ഒരു പെർമനന്റ് ഗ്ലാസ് വിൻഡോയും നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് ഒരു വിശാലമായ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഡക്കർ സ്പേസും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് വരുന്നത്. ഈ ഒരു ഭാഗത്തെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇത് യൂട്ടിലിറ്റി റൂമിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മൾ കാണുന്നത് താഴത്തെ ലിവിംഗ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഈ ഒരു പാസേജിലൂടെയാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയോളം നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ ലൂവേഡ് ഡിസൈനുള്ള പാനലിംഗും സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് വന്നിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ സ്പേഷ്യസ് ആയ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് വരുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12.5 അടിയോളം നീളവും 12 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. നോർത്തിലേക്ക് നമുക്കൊരു UPVCയുടെ സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിരിക്കുന്നത്. അവിടെയായിട്ട് നമുക്കൊരു ബാൽക്കണി കൂടി ലഭിക്കുന്നുണ്ട്. വെസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 സിംഗിൾ ഡോർ വിൻഡോസ് ആണ് വരുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ലൂവേഡ് ഡിസൈനുള്ള പാനലിംഗ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ഈ ഒരു ബാത്റൂമിനും എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി റൂം വരുന്നത്. ഈസ്റ്റിലേക്ക് വലുപ്പമുള്ള ഒരു പെർമനന്റ് ഗ്ലാസ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൂടെയാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സീലിംഗ് വർക്ക് ചെയ്ത് സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ റൂം വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഒരു സ്റ്റഡി റൂമോ അല്ലെങ്കിൽ ഓഫീസ് റൂമോ ആക്കി മാറ്റാവുന്നതാണ്. നമുക്കിനി ഈ വീടിൻ്റെ അവസാന ഭാഗമായ സ്പേഷ്യസ് ആയ ബാൽക്കണിയിലേക്ക് വരാം. ഹാൻഡ് റെയിൽ SS ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സീലിംഗിലെ ലൂവേഡ് ഡിസൈനിലുള്ള പാനലിങ്ങും സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്.
സെന്റ് 600 ലിങ്സ് സ്ഥലത്ത് 2350 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു മനോഹരമായ വീടിന് ചോദിക്കുന്നത് 1,10,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, വില്ലകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഴ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.